അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ, ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. നമസ്കാരം. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോഴും പങ്കുവയ്ക്കപ്പെടുന്ന വികാരങ്ങൾ അത്രയും സ്നേഹവും കാരുണ്യവും സാഹോദര്യവും തന്നെയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു മണ്ണിൽ ഭൂജാതനായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ആഘോഷം തന്നെയാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്മസ് വേള ലോകം മുഴുവൻ മധുരം പങ്കിട്ടും സമ്മാനങ്ങൾ കൈമാറിയും സമാധാന സന്ദേശങ്ങൾ കൈമാറിയും ആഘോഷിക്കുന്നു. എന്നും ക്രിസ്മസ് അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ എന്നും ലഹരിയുടെ നാളുകളായിരിക്കട്ടെ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരിക്കട്ടെ എന്ന തരത്തിൽ തന്നെ എല്ലാവരും ജീവിതം ക്രിസ്തുമസ് രാത്രി ആയിരിക്കട്ടെ എന്ന് തന്നെ ഒരു സന്ദേശം കൊടുക്കാറുണ്ട്. അഥവാ ജീവിതം എപ്പോഴും ക്രിസ്തുമസ് രാത്രി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ആഘോഷവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും അർത്ഥമാക്കാറുള്ളത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ജീവിതം ക്രിസ്തുമസ് രാത്രി ആയിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ സന്ദേശം എപ്പോഴും സമാധാനവും സന്തോഷവും ത്യാഗവും സഹനവും തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് കരുതിയാൽ, ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ക്രിസ്മസിൻ്റെ സന്ദേശവുമായി ചേരാത്തൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. കാഞ്ഞിരപ്പള്ളി മുറിഞ്ഞപുഴ പള്ളി ഇടവക വികാരിയുടെ ശബ്ദ സന്ദേശം എന്ന രീതിയിൽ ഒരു സന്ദേശം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ക്രിസ്മസിന് മധുരം നൽകുന്ന ഒരു ചടങ്ങുണ്ട്, കേക്ക് മുറിക്കുന്ന ചടങ്ങുണ്ട്. ഈ കേക്ക് പള്ളിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു പരിപാടി ഇടുന്നു. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പള്ളി വികാരിയോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഈ ചെറുപ്പക്കാരോട് ചോദിക്കുന്നുണ്ട്, ഈ കേക്ക് എവിടെ നിന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ആരാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്? അതായത് ക്രിസ്തുമത വിശ്വാസികളല്ലാത്ത, ക്രിസ്ത്യാനികളല്ലാത്ത ആരെങ്കിലും ഉണ്ടാക്കുന്ന കേക്കാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഹലാൽ ഭക്ഷണം ഇവിടെ ആവശ്യമില്ല എന്ന തരത്തിലാണ് വികാരിയുടെ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. പിന്നീടാണ് ഇത് മനസ്സിലായത്, ഇത് കാഞ്ഞിരപ്പള്ളി വികാരിയുടെ ശബ്ദമല്ല, മറ്റാരോ ബോധപൂർവം രണ്ട് മതങ്ങളെ തമ്മിൽ, അതായത് മുസ്ലിം മതവിഭാഗത്തെയും ക്രൈസ്തവ മതവിഭാഗത്തെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കെട്ടിച്ചമച്ചതാണ് എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. കാഞ്ഞിരപ്പള്ളി വികാരിയുടേത് എന്നുള്ള രീതിയിൽ പരക്കുന്ന ഈ സന്ദേശം കേട്ട് പലരും കാഞ്ഞിരപ്പള്ളി വികാരിയെ വിളിക്കുകയുണ്ടായി. കോഴിക്കോട് സ്വദേശിയായ കുവൈറ്റിലുള്ള ഒരു കരീം എന്ന് പറഞ്ഞ ആളാണ് കാഞ്ഞിരപ്പള്ളി വികാരിയെ വിളിച്ചത്. അപ്പോൾ വികാരി അച്ഛൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ വിശ്വസിക്കുന്നു, എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു, എല്ലാ മതങ്ങളെയും ആരാധിക്കുന്നു. ഒരു മതം മറ്റൊരു മതത്തെ കുറ്റം പറയേണ്ടതായോ ഇല്ല. എല്ലാവരും ഏകോദര സാഹോദര്യത്തോടു കൂടി കഴിയേണ്ടതാണ്. എൻ്റെ എല്ലാ സന്ദേശവും ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ എനിക്ക് എങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കേക്ക് വാങ്ങിക്കേണ്ട എന്ന് പറയാനാവുക എന്നാണ് തന്നെ വിളിച്ച കുവൈറ്റിലുള്ള കോഴിക്കോട് നിവാസിയായ കരീമിനോട് കാഞ്ഞിരപ്പള്ളി ഇടവ വികാരി പറഞ്ഞത്. അതായത് രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വരുന്ന ക്രിസ്മസ് ദിനത്തിൽ പള്ളികളിലും മറ്റു ക്രൈസ്തവ ഭവനങ്ങളിലും വിതരണം ചെയ്യുന്ന കേക്കുകൾ ഒരു കാരണവശാലും മുസ്ലിമിൻ്റെ ബേക്കറിയിൽ നിന്നോ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തോ നിന്നോ വാങ്ങിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് കാഞ്ഞിരപ്പള്ളി വികാരിയുടേത് എന്ന് പറയുന്ന തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പാഞ്ഞുകൊണ്ട് നടക്കുന്നത്. നോക്കണം, എന്തൊക്കെ തരത്തിലാണ് മനുഷ്യർ തമ്മിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി ചില സ്ഥാപിത താല്പര്യക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പരക്കെ ഒരു ധാരണയുണ്ട്, മുസ്ലിം വിഭാഗക്കാർ ഭീകരമതത്തിന്റെ വക്താക്കളാണ്. ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം എന്നതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെയും ലക്ഷ്യം സമാധാനവും ശാന്തിയും തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇസ്ലാം മറ്റൊന്നും പറയുന്നില്ല. ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം മതത്തെ പലരും ഹൈജാക്ക് ചെയ്തതായി പല സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മതതീവ്ര ചിന്താഗതിയുള്ള പലരും ഇസ്ലാമിനെ ഭീകരവാദികളുടെ മതമായി ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കുഴപ്പമാണ്. ഇസ്ലാം ശാന്തിയുടെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ്, യാതൊരു സംശയമില്ല. ലോകത്തുള്ള മറ്റ് ഏത് മതങ്ങളെപ്പോലെ തന്നെയും ഇസ്ലാമും ശാന്തിയും സമാധാനവും തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്.
എന്നാൽ ഇവിടെ ഇപ്പോൾ ഇസ്ലാം മതത്തിലെ ഒരു പറ്റം ആളുകളെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടാക്കുന്ന ഹലാൽ കേക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഈ ക്രിസ്തുമസ് നാളിൽ രണ്ട് മതങ്ങളെ തമ്മിൽ, അതായത് ഇന്ത്യയിലെ തന്നെ പ്രബലമായ രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതും കാഞ്ഞിരപ്പള്ളി വികാരിയുടെ ശബ്ദ സന്ദേശമാണ് എന്ന രീതിയിൽ പരക്കുന്ന ഈ ശബ്ദ സന്ദേശം തെറ്റാണ്. അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി വികാരി ഇതറിഞ്ഞിട്ടില്ല. കാഞ്ഞിരപ്പള്ളി വികാരിയുടേത് എന്ന് പറയുന്ന ശബ്ദ സന്ദേശം ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുന്നു. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഒരു നില സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവിടെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പൊ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അപ്പൊ അത് മുസ്ലിംസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എന്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ ഞാനത് പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞാനത് പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. കാഞ്ഞിരപ്പള്ളി വികാരി കരീം എന്ന് പറയുന്ന ആൾ തന്നെ വിളിച്ച കുവൈറ്റിലുള്ള ആളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എല്ലാ മതങ്ങളെയും താൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഏകോദര സാഹോദര്യത്തോടു കൂടി സ്നേഹവും വിശ്വാസവും പരസ്പരം എല്ലാ മതങ്ങളും പുലർത്തണം എന്ന് തന്നെയാണ് താൻ എപ്പോഴും പറയാറുള്ളത് എന്നാണ് കാഞ്ഞിരപ്പള്ളി വികാരി തന്നെ വിളിച്ച കോഴിക്കോട് നിവാസിയായ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കരീമിനോട് പറഞ്ഞത്. എന്തിനാണ് മനഃപൂർവ്വം ആളുകൾ ഇത്തരത്തിൽ ക്രിസ്മസ് നാളുകളിൽ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി കുരിശുമരണം ഏറ്റുവാങ്ങിയ ത്യാഗസ്വരൂപനാണ് യേശുനാഥൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ യേശുനാഥന്റെ ജന്മദിനമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിലാണ് ഇതുപോലെ ജനങ്ങൾ പരസ്പരം ഭിന്നിപ്പിക്കുന്ന തരത്തിൽ, മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ വരുന്നത്. ഇതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമുക്ക് പുച്ഛിച്ചു തള്ളാം. അതുപോലെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജാഗരൂകരായി നമുക്ക് കാത്തിരിക്കാം. കാഞ്ഞിരപ്പള്ളി വികാരി അച്ഛൻ താനല്ല ഈ ശബ്ദ സന്ദേശത്തിന്റെ പുറകിൽ എന്ന് തന്നെ വിളിച്ച കരീം എന്ന് പറഞ്ഞ ഇസ്ലാം മത വിശ്വാസിയോട് സംസാരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുറിഞ്ഞിപ്പുഴ അച്ഛനാണോ? അതെ അതെ. അച്ഛൻ, ഞാൻ അച്ഛന്റെ വോയിസ് കേട്ടിട്ട് അച്ഛന്റെ നമ്പർ തട്ടിയെടുത്തിട്ട് വിളിക്കുക. അച്ഛന്റെ വോയിസ് ഇങ്ങനെ വയറായിട്ട് വരുന്നുണ്ടല്ലോ അച്ഛൻ. അച്ഛൻ അത് സത്യത്തിലാണോ? അച്ഛൻ പറഞ്ഞതാണത്? എവിടുന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നത്. അച്ഛന് അത് കേക്ക് മുറിച്ച കാര്യം സത്യത്തിൽ അച്ഛനത് അച്ഛൻ തന്നെ പറഞ്ഞതാണോ? അത് ഭയങ്കര വൈറലായിട്ട് വരുന്നു. ഒരുപാട് ഗ്രൂപ്പിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ആരാ വിളിക്കുന്നേ? അയ്യോ അച്ഛോ, എന്റെ പേര് കരീം എന്നാണ്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ സംസാരിക്കുന്നത് കുവൈത്തിൽ നിന്നാണ്. ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടി എനിക്കൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞുകൊണ്ടാണ്, അച്ഛനോണോ സംസാരിക്കുന്നത് വേറെ ആരാണോന്ന് അറിയില്ല, എന്നാലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നാ പറഞ്ഞേ? ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത്, അവർ കുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10 കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല 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 ഇല്ല. അയ്യോ, എന്നാ പിന്നെ അച്ഛന്റെ പേരെന്താ? കാഞ്ഞിരപ്പള്ളി രൂപതയില് മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ പറയോ?
അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും. ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു പോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവര് ഹലാലായിട്ട് പറഞ്ഞിട്ട് കുട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ വാങ്ങാൻ പാടില്ല, നമ്മളെ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്നൊരു ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. വിട്ടുതരോ? ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അച്ഛനാണെന്ന് ഞാനും പറയുന്നില്ല കേട്ടോ. ഒരിക്കലും പറയില്ല. എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഞാൻ പറയുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛൻ പറഞ്ഞല്ല ഞാൻ പറയുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞുതരാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരോ പറഞ്ഞിരിക്കുന്നുണ്ട്, അച്ഛന്റെ ഇടവകയിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം. ഏതോ സത്യത്തിൽ എഴുതിയ എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം അത് ഞാന് നമ്മളെന്തല്ലോ അച്ഛോ, ഇതിപ്പോ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു 10 ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പർദ്ദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അച്ഛൻ നേരിട്ട് വിളിക്കുന്നത്. അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഒരിക്കലും പറയില്ല. വേറെ ആരും രാത്രി 10 മണിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിലൊക്കെ കഴിക്കണേ. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയണേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഇതൊന്നുമില്ല. എല്ലാരും ഇപ്പൊ അച്ഛനായാലും ഞാനായാലും എല്ലാരും ഒരേ രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല.